നമ്മുടെ കടലമിഠായി പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ അവൽ മിഠായി തയ്യാറാക്കാം. കടല എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവില്ല. പക്ഷേ അവലുണ്ടാവില്ലേ? എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് അവൽ മിഠായി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായി ഞാൻ എടുത്തിട്ടുള്ളത് 3 അണി ശർക്കരയാണ്. ഇനി ഈ ശർക്കര നമുക്ക് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ ശർക്കരയിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. എല്ലാ ശർക്കരയും മെൽറ്റായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ഈ ശർക്കര പാനി ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടിയിലോട്ട് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. അത് മെൽറ്റായ ശേഷം 1/2 കപ്പ് തേങ്ങ ഇട്ട് ഒന്ന് നന്നാക്കി ചൂടാക്കിയെടുക്കുക. ജസ്റ്റ് ഒന്ന് വെള്ളം വറ്റുവോളം ഇളക്കിയാൽ മതി. ശേഷം 1/4 കപ്പ് വെളുത്ത എള്ള് കൂടി ഒന്ന് ചൂടാക്കുക. നല്ലോണം ആവൊന്നും വേണ്ട, ജസ്റ്റ് ഒരു 5 മിനിറ്റൊക്കെ വറുത്താൽ മതി. ഇനി അത് നമുക്ക് മാറ്റി വെക്കാം. ശേഷം 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്കൊരു 1.5 കപ്പ് അവലിട്ട് നന്നായിട്ട് ചൂടാക്കുക. ഇതുപോലെയാണ്, കടിച്ചാൽ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിതൊക്കെ ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി അരിച്ച് ചേർക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് ശേഷം ശർക്കര നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള എള്ളിൻ്റെയും തേങ്ങയുടെയും മിക്സ് ഉണ്ടല്ലോ, അത് ചേർക്കാം. ശേഷം 1/4 കപ്പ് നട്ട്സ് കട്ട് ചെയ്തതും ചേർക്കാം. ഞാൻ അണ്ടിപ്പരിപ്പും ബദാമും ആണ് കേട്ടോ ചേർത്തത്. അത് ഞാൻ നേർത്ത രീതിയിൽ കട്ട് ചെയ്തിട്ട് ചേർത്തതാണ്. വേണമെങ്കിൽ ഇത് നമുക്ക് പൊടിച്ചും ചേർക്കാം. ഇനി ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ശേഷം ഏലക്കയും പഞ്ചസാരയും പൊടിച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂണ് ഒക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് ലഡുവിടെ ഷേപ്പാക്കിയിട്ട് നമുക്കിപ്പോൾ ഇതൊരു ലഡു വേണമെങ്കിൽ ആക്കാം. പക്ഷേ ഞാൻ മിഠായിയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി നേരം നമ്മളിതൊന്ന് ഇളക്കണം. ഇതാ ഞാൻ ഇളക്കി ചട്ടിയിൽ നിന്നും ഇത് വേറിട്ട് വരുന്നുണ്ട്. കൂടാതെ തന്നെ ശർക്കരയുടെ ചെറിയ ചെറിയ സ്റ്റോണുകളായിട്ട് നമുക്കിങ്ങനെ കാണാൻ കഴിയും. അങ്ങനെ ഈ ഒരു സ്റ്റേജിലെത്തിയാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ഷേപ്പാക്കി എടുക്കണം. അതിനായി ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു പാത്രമാണ്. ഇതിലോട്ട് ഞാൻ ഒരല്പം നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു കുപ്പിയുടെ അടപ്പെടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് അവലിൻ്റെ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ ഞാൻ എല്ലാ ഭാഗത്തേക്കും പരത്തി ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഞാൻ ബാക്കിയുള്ളവയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ അവൽ മിഠായി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മൾ പീടികയിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് നല്ല വില കൊടുത്തിട്ട് മിഠായികളൊക്കെ മേടിക്കും. പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ കൈ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ. ആ ഒരു രീതിയിൽ നമുക്കൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ.